ഹലോ നമസ്കാരമുണ്ട്. വെൽക്കം ടു അജൈൽ മലയാളി. എൻ്റെ പേര് വിനോദ് നാരായൺ. ധാരാളം ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇമെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ ajailmalayali@gmail.com എന്നുള്ള ഇമെയിൽ ഐ ഡിയിൽ ഡീറ്റെയിൽഡ് ഇമെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ അയക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞു 2 ആഴ്ച കൂടുമ്പോഴാണ് വീഡിയോ എന്ന് പറഞ്ഞു, പക്ഷെ അതിൽ ചെറിയൊരു ഡിലേ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇന്ന് സ്ക്രം മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റോളുണ്ട് അജൈലിൽ. നിങ്ങൾ അജൈൽ മെത്തഡോളജീസ് അറിയുന്ന വ്യക്തികളാണെങ്കിൽ സ്ക്രം മാസ്റ്റർ എന്നുള്ള റോൾ അറിയുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ ഒരു 4 മണിക്കൂറിൻ്റെ ഒരു കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, അജൈൽ മെത്തഡോളജി എന്താണെന്നുള്ളത്. അപ്പോൾ സ്ക്രം മാസ്റ്റർ, പ്രോഡക്റ്റ് ഓണർ എന്നൊക്കെയുള്ള ചില റോളുകൾ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും അജൈൽ ഫ്രെയിം വർക്കിൻ്റെ ഭാഗമായിട്ടും ഉണ്ട്. പക്ഷേ ഈ സ്ക്രം മാസ്റ്റർ എന്നുള്ള റോള് വളരെ രസകരമായിട്ടുള്ളൊരു റോളാണ്. ആ റോള് പലപ്പോഴും ആ ഒരു അജൈൽ മെത്തഡോളജി എന്നുള്ളൊരു ഇതിലല്ലാണ്ട് പുറത്തും ഈ റോളിന് വളരെ ഉപകാരമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ആ റോള് എൻ്റെ ജീവിതത്തിൽ കുറച്ച് കാലം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും നമ്മൾ കോച്ചിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ക്രം റിലേറ്റഡ് വർക്ക് നമുക്കിപ്പോഴും ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ അത് പോട്ടെ. എന്താ സ്ക്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെത്തഡോളജിയാണ്, അതിന് വേണ്ടിയിട്ടുള്ളൊരു സമയം ഇവിടെ ഇല്ല. പക്ഷേ ഇത് റോളാണ് തീരുമാനിച്ചത്. അതായത് ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, ഒരു പദ്ധതി ഉണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. ആ ഫ്രെയിം വർക്കിനെ കുറിച്ച് ആധികാരികമായി അറിയുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് സ്ക്രം മാസ്റ്റർ. ഈ മാസ്റ്റർ എന്ന് കേൾക്കുന്ന സമയത്ത് ഈ ആൾക്കാരുടെ മുകളിൽ എന്താ പറയുക, ബോസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഇതാണെന്ന് വിചാരിക്കരുത്. സ്ക്രം മാസ്റ്റർ ഇസ് നോട്ട് എ മാസ്റ്റർ ഓഫ് എനി അതർ ഇൻഡിവിജ്വൽ, ആരുടെയും മാനേജർ ഒന്നുമല്ല. സ്ക്രം മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്രം എന്നുള്ള പ്രോസസ്സിൻ്റെ മാസ്റ്ററാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മെത്തേഡ്, ഒരു മെത്തഡോളജിയിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല അഗ്രഗണ്യനാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മാസ്റ്ററാന്ന് പറയും അല്ലേ. യു ആർ മാസ്റ്റർ ഓഫ് ഡൂയിങ് സം ആക്ടിവിറ്റി. അപ്പോൾ അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ സ്ക്രം ഫ്രെയിം വർക്കായിട്ടും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ ടീമിനെ ആ രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരാൾ എന്നുള്ളതാണ് സ്ക്രം മാസ്റ്ററിൻ്റെ ഉദ്ദേശം. പക്ഷേ ഈ സ്ക്രം മാസ്റ്റർ സർട്ടിഫിക്കേഷൻ പല ആൾക്കാർക്ക് എടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു സ്ക്രം മാസ്റ്റർ ആവുക എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൽ ഞാൻ റീസെൻ്റ്ലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ വായിച്ചു. അപ്പോൾ അതിൽ ഒരു 10 സോഫ്റ്റ് സ്കിൽസ് ഒരു സ്ക്രം മാസ്റ്റർക്ക് വേണ്ടത്. അപ്പോൾ ഇത് വായിച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇത് സ്ക്രം മാസ്റ്റർക്ക് മാത്രമല്ലല്ലോ, ഏതൊരു വ്യക്തിക്കും തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തിപരമായ പേഴ്സണൽ ലൈഫിലും ഒക്കെ തന്നെ ഈ സോഫ്റ്റ് സ്കിൽസ് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് ആലോചിച്ചത്. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഓരോ സോഫ്റ്റ് സ്കില്ലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഐ വിൽ ട്രൈ ടു ഷെയർ സം ഓഫ് മൈ എൻ്റെ ചില അനുഭവങ്ങൾ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവസാനം വരെ കാണുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് കംപ്ലീറ്റ് എൻ്റെ അനുഭവങ്ങളാണ്. എനിക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ അറിയാത്തതുകൊണ്ട് പലപ്പോഴും എൻ്റെ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതവുമായിട്ടോ നിങ്ങളുടെ സാഹചര്യമായിട്ടോ പൊരുത്തപ്പെട്ട് പോകണമെന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നതിനെയൊക്കെ അത്ര തന്നെ വില മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിനപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ പഠനങ്ങളും നിങ്ങളുടെ ചിന്തകളും നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ നിന്നുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുക. അല്ലാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യുന്നൊരു സംഭവം നേരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുള്ളത് എൻ്റെ എന്നല്ല, ഒരാളുടെ നമ്മളങ്ങ് വിചാരിക്കരുത്. ഇതിൽ ഇയാൾ എഴുതിയ സാധനങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഓരോന്ന് വായിക്കുമ്പോഴും ഇയാൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പലപ്പോഴും എൻ്റെ ചിന്ത വരുന്നത്. ഈ ആർട്ടിക്കിള് ഐമുവു എമേൻ അന്തോണിയ എന്ന് പറഞ്ഞ ആളാണ്. ആ പേര് ശരിയായിട്ട് പ്രൊനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഞാൻ മീഡിയം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ആർട്ടിക്കിൾസ് വായിക്കാറ്. സോ ആദ്യത്തെ സംഭവം തന്നെ ആക്റ്റീവ് ലിസണിങ് എന്നുള്ളതാണ്. എന്താണ് ഈ ആക്റ്റീവ് ലിസണിങ്? ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുക. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലിസണിങ് എന്ന് പറഞ്ഞാൽ കേൾക്കുകയല്ല, ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. കാരണം ഹിയറിങ് എന്ന് പറഞ്ഞാൽ കേൾക്കുക അല്ലേ. ഒരാൾ വിളിച്ചു, നമ്മൾ കേട്ടുവോ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളത് മനസ്സിലാക്കി കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം ലിസണിങ്. അതിൽ ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഒരാളോട് സംസാരിച്ചു കൊടുക്കുന്ന സമയത്ത് മൾട്ടി ടാസ്ക് ചെയ്യാണ്ട് പൂർണ്ണമായിട്ടും ആ വ്യക്തിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുക. ഈ ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് നമ്മളിപ്പം ഒരാളൊരു കാര്യം പറയണം, അപ്പോൾ നമ്മളിത് കേൾക്കുന്നു,
മനസ്സിലാവാത്ത കാര്യം നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്നു. അതാണ് ഈ ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ ഒരു സംഭവം. നമ്മൾ ഫുള്ളി പ്രസൻ്റാണ് അതിൽ. അതൊരു സോഫ്റ്റ് സ്കിൽ. അത് എനിക്ക് തോന്നുന്നത് സ്ക്രം മാസ്റ്റർക്ക് മാത്രമല്ല ഏതൊരു ആൾക്കും ആവശ്യമുള്ളതാണ്. നമ്മൾക്കിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പോൾ ഞാനൊക്കെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ സ്വഭാവത്തിന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഫോൺ കയ്യിലുണ്ടെങ്കിൽ പലപ്പോഴും ആ ഫോണിലേക്ക് ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക, ഫോൺ എടുക്കുക തന്നെ വേണ്ട, അതിൻ്റെ മുകളിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ശ്രദ്ധ ഒന്ന് പ്രശ്നമായിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഇപ്പം ഞാൻ ഫോൺ സൈലൻറ്റിലാണ് ഇടാറ്. ചില ആൾക്കാർക്ക് കിക്കിയും ശബ്ദം വരും, പക്ഷേ എന്നാലും നോട്ടിഫിക്കേഷൻ വരും. ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളതെങ്കിൽ മലത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണും. കമത്തി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാച്ച് ഉള്ളതുകൊണ്ടോ, നമ്മുടെ ഐഫോണിൻ്റെ വാച്ച് ഉണ്ടല്ലോ, അതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിലും വരും നോട്ടിഫിക്കേഷൻ. അപ്പോൾ എല്ലാ സാധനം, അതായത് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. ഞാൻ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമത്തിന് നോട്ടിഫിക്കേഷൻ വരില്ല, പക്ഷെ എന്നാലും ഇപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പേയ്മെൻറ്റ് സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അതാ വരുന്നു, പൈസ പോയിട്ടുണ്ട് കേട്ടോ എന്നാണ്. അപ്പോൾ എല്ലാം വരും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു എന്ത് പൈസയാണ് ബാങ്കിൽ നിന്ന് പോയത്, നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് തന്നെ ആയിരിക്കും, എന്നാലും ആ ഒരു ചിന്ത വന്നതിരിക്കും. പക്ഷേ അതൊന്നും ഇല്ലാണ്ട് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യാൻ പറ്റും. ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ഒരു സംഭവം കൂടിയാണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആക്റ്റീവ് ലിസണിങ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈ ഇറ്റ് സെൽഫ് ഒരു ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. ബട്ട് ആക്റ്റീവ് ലിസണിങ് അത് വന്നിട്ടുണ്ട്. അടുത്തത് എംപത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊക്കെ ജോലി എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഡിസ്കഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു വാക്കാണ് എംപത്തി. എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ സാഹചര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വേറൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്നും കാണാൻ ശ്രമിക്കുക. സാമൂഹിക മാധ്യമത്തിൽ ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പം എനിക്ക് ഏറ്റവും നഷ്ടപ്പെട്ടൊരു സംഭവം എംപത്തിയാണ്. അതായത് സാമൂഹ്യ മാധ്യമത്തിൽ നമ്മൾ പലരുമായി സംസാരിക്കുമ്പോൾ, വാഗ്വാദം ചെയ്യുമ്പോഴൊക്കെ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൺസിഡറേറ്റ് ചെയ്ത് അവരുടെ കാഴ്ചപ്പാടുന്ന സാധനം കാണാത്ത എൻ്റെ കാഴ്ചപ്പാടുന്ന മാത്രം സാധനം കാണുന്ന കാര്യങ്ങൾ കാണുന്നൊരു ഇതിലേക്കാണ്. അതെനിക്ക് തോന്നുന്നു ആ ഒരു അൽഗോരിതത്തിൻ്റെ സ്ഥിതി അതായിരിക്കാൻ മതി. അവിടെ കൂടുതലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ, ഇവിടെയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ നിങ്ങൾ അങ്ങനെയല്ല അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് ആ ഒരു കോൺവെർസേഷൻ അവിടെ നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നേരെ വിപരീതം നമ്മൾ ഒരാളുടെ സംസാരിക്കുകയാണ്, നമ്മൾ ഫോണിൽ സംസാരിക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പോഡ്കാസ്റ്റുകളിൽ ആൾക്കാർ തമ്മിലുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അന്യോന്യം ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് മനസ്സിലാക്കിയിട്ട് പുതുതെന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമം. അപ്പോൾ എംപത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭാഗം മാത്രം നോക്കാതെ ടു ബി ഇൻ അനദർ പേഴ്സൺ ഷൂസ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മളുടെ കൂടെ ജോലി എടുക്കുന്ന ആൾക്കാരായിരിക്കാൻ മതി, ചിലപ്പോൾ നമ്മളെക്കാട്ടും നമ്മളുടെ സബോർഡിനേറ്ററായി വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ നമ്മൾ സീനിയറായിട്ട് നമ്മുടെ മാനേജറായി വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് പോലും എംപത്തി വേണം. ചിലപ്പോൾ നമ്മളെ മാനേജർ പെരുമാറുന്ന രീതികൾ ആ വ്യക്തിക്ക് അതല്ലാണ്ട് വേറൊരു വഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. സോ അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിലപ്പോൾ കാര്യങ്ങൾ നോക്കി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ ആൾക്കാരും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്നും കൂടി കാര്യങ്ങൾ നോക്കി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് പ്ലേസ് കുറച്ചും കൂടെ നന്നാവും എന്നുള്ളൊരു തോന്നലില്ലേ, അതാണ് എംപത്തി. കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ആക്റ്റീവ് ലിസണിങ് പറഞ്ഞ മാതിരി കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും രണ്ടുപേര് സംസാരിക്കുന്ന സമയത്ത്, ഞാൻ സൂപ്പർ കമ്മ്യൂണിക്കേറ്റർ എന്നുള്ളൊരു ചാൾസ് ഡിക്കിൻ്റെ ഒരു പുസ്തകത്തിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ എനിക്ക് ഫ്യൂ എപ്പിസോഡ്സ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എനിക്കൊന്ന് സ്റ്റീവൻ കോവിയാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വേറൊരാൾ പറയുന്നത് കേൾക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അടുത്തത് നമ്മൾ എന്താ പറയേണ്ടത് എന്നുള്ളത് ആലോചിക്കുകയായിരിക്കുന്നുള്ളത്. സോ വിൽ ബി തിങ്കിങ് അബൌട്ട് വാട്ട് വി ഹാവ് ടു സേ ബിഫോർ എന്നുള്ളത് ആഫ്റ്റർ ഹീ സ്റ്റോപ്സ്. അപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ ഇയാൾ നിർത്തി കഴിഞ്ഞിട്ട് വേണം എനിക്ക് പറയാനുള്ളത് പറയാൻ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നടക്കുക. അപ്പോൾ അത് കമ്മ്യൂണിക്കേഷൻ അല്ല, അത് വൺ വേ സംഭവം മാത്രമാണ്. വേറൊരു ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ കാര്യങ്ങൾ പറയുന്നു, നമ്മൾ ആ കാര്യങ്ങൾ കേൾക്കുന്നു, നമ്മൾക്ക് കേട്ടത് അതേ രീതിയിൽ മനസ്സിലായോന്ന് ഇതാക്കണ്ടേ. ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറേ കോൺടെക്സ്റ്റ്, കുറേ കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാവുക, പറഞ്ഞ കാര്യങ്ങളല്ലാണ്ട് അതിനെ പൂർണ്ണമായിട്ടും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ കോൺടെക്സ്റ്റുകളും മനസ്സിലാവണം. അതേപോലെ തന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞാലും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ
മനസ്സിലായി എന്ന് പറഞ്ഞങ്ങ് നിൽക്കും. പക്ഷെ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, വാട്ട് മേക്സ് ദാറ്റ് പേഴ്സൺ സേ ദാറ്റ്, എന്തായിരിക്കും, എന്ത് അനുഭവങ്ങളായിരിക്കും ആ വ്യക്തിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. ഇത്രയും കാര്യം ചിന്തിക്കാൻ പലപ്പോഴും നമ്മൾ സമയം ചിലവാക്കണം എന്നില്ല. സാമൂഹ്യ മാധ്യമത്തിലും ഓൺലൈനിലും എന്തായാലും ചിലവാക്കില്ല, ആക്ച്വൽ ജീവിതത്തിലും ചിലപ്പം നമ്മൾ സമയം ചിലവാക്കിയെന്നിരിക്കില്ല. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഒരു സ്ക്രം മാസ്റ്റർ എന്ന രീതിയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടു ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്. കാരണം ജോലിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കമ്മ്യൂണിക്കേഷനും ആക്റ്റീവ് ലിസണിങ്ങും എംപത്തിയും ഒക്കെ തന്നെ. അടുത്തത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. നമ്മളൊക്കെ ഒരു കമ്പനിയിൽ ജോലി എടുക്കുന്ന സമയത്ത് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും അല്ലേ. നമുക്ക് ആൾക്കാരുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ടീമിലുള്ള ആൾക്കാർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, നമ്മളെ മാനേജേഴ്സ് സീനിയർ എക്സിക്യൂട്ടീവ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്. സ്ക്രം മാസ്റ്റർക്ക് മാത്രമല്ല, നമ്മളൊക്കെ പല പൊസിഷനിൽ ജോലി എടുക്കുമ്പോഴും ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആവശ്യമുണ്ട്. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് തോന്നിയിരുന്നത്, സ്കൂളിൽ പഠിക്കുമ്പോൾ രണ്ടുപേര് ഭയങ്കര അടി കൂടുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് പിടിച്ചു മാറ്റുന്നതിനാണല്ലേ. ഈ പിടിച്ചു മാറ്റുന്നതിനെ ഇപ്പോൾ അങ്ങനത്തെ ഒരു അടി ഓഫീസിൽ പലപ്പോഴും കൈകൊണ്ടും കാലുകൊണ്ടുള്ള ഇടിയൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആൾക്കാർ തമ്മിലുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ആ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് റിസോൾവ് ചെയ്യുക? അത് ബൈ ഇറ്റ് സെൽഫ് ദർ ആർ ലോട്ട് ഓഫ് ടെക്നിക്സ് ഫോർ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ വിച്ച് പ്രോബ്ലി ഡൗൺ ദ ലൈൻ വി വിൽ try to understand and see if there are things that we could talk. But കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സ്കില്ല് നമുക്കുണ്ടെങ്കിൽ ഈ ആൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ സബൂറാക്കാൻ വേണ്ടിയിട്ടുള്ള, സബൂർ എന്നുള്ള ഞാൻ കോഴിക്കോടുകാരായതുകൊണ്ട് ഉള്ളൊരു വാക്കാണ് ഞങ്ങളിങ്ങനെ ഉപയോഗിക്കുന്നത്, സബൂറാക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കില്ല് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ഒരു വർക്ക് പ്ലേസും ഉണ്ടാവില്ല, ഒരു മേഖലയിലും കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ടാവില്ല, എല്ലായിടത്തും ഉണ്ടാവും കോൺഫ്ലിക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ പറ്റും. യു ഹാവ് ടു ബി വെരി കാം. അവിടെ പോയിട്ട് രണ്ടുപേര് അടി കൂടുന്ന സമയത്ത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരുത്തനും ഒന്ന് കൊടുക്കുക മറ്റവനും കൊടുത്തിട്ട്, ഈ കുട്ടികളുടെ ഈ സ്കൂളിലാകുന്ന സമയത്ത് അങ്ങനെയാണ് അല്ലേ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ കണ്ടിട്ടുണ്ടോ? രണ്ട് കുട്ടികൾ കൂടിയിട്ട് തല്ലൂടെയായിരിക്കും. അപ്പോൾ സാറ് വന്നിട്ട് ടപ്പ് ഒരുത്തൻ അടിക്കും മറ്റവനും അടിക്കും, കോൺഫ്ലിക്റ്റ് റിസോൾവ് ആയി. അങ്ങനെ നമുക്ക് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് യു ഷുഡ് ബി ഏബിൾ ടു കൈൻഡ് ഓഫ് ഫൈൻഡ് എ മിഡിൽ ഗ്രൗണ്ട്. ഈ അന്യോന്യം കേൾക്കാനും മനസ്സിലാക്കാനും സംസാരിക്കാനും തയ്യാറാവാത്ത രണ്ടാൾക്കാരെ കൊണ്ട് ഒരുമിച്ച് ഇരുത്തി സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് എന്നുള്ളത് ഇത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. എനേബിളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രം മാസ്റ്ററുടെ റോൾ ഒരു എനേബിളറാണ്. അതായത് നമുക്ക് പലപ്പോഴും ഒരാളോട് വി വോണ്ട് ഹാവ് ദ പവർ ടു ഡയറക്റ്റ് വർക്ക്. നീ അത് ചെയ്യടാ, നീ അത് ചെയ്യ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള പവർ നമുക്കുണ്ടാവില്ല. കാരണം നമ്മൾ അവരുടെ ലൈൻ മാനേജർ ഒന്നും ആയിരിക്കില്ല. പക്ഷേ നമുക്ക് ആൾക്കാരെ എനേബിൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ആൾക്കാരെ മോട്ടിവേറ്റ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, എനേബിളിംഗ് എന്നുള്ള വാക്കാണ്. എനേബിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒരു കാര്യങ്ങൾ ചെയ്യുന്നു, ആ വ്യക്തി ആ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ നന്നായി ചെയ്ത് കുറച്ചും കൂടെ നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എനേബിൾ ചെയ്യേണ്ടി വരും. ആ എനേബിൾ ചെയ്യാൻ വേണ്ടി പല ടെക്നിക്സും ഉണ്ട്. നമ്മൾ ചിലപ്പോൾ അവരുടെ അടുത്ത് വന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. കാരണം ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ചോദ്യം കറക്റ്റ് സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ട്രിഗർ ചെയ്യും ആൾക്കാരിൽ. ആ ട്രിഗറാണ് ആൾക്കാരെ ചിന്തിപ്പിക്കുക. ആ ചോദ്യം ആ ആംഗിൾ ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അത് ചിന്തിച്ചിട്ട് ചിലപ്പം ദേ മൈറ്റ് ബി ഏബിൾ ടു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ. സോ ആ ആൾക്കാരെ എനേബിൾ ചെയ്യുക എന്നുള്ളത് ഒരു സ്കില്ലായിട്ട് ഡെവലപ്പ് ചെയ്യുകയും അത് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ ജോലിയിലൊക്കെ പലപ്പോഴും നമുക്കത് ആവശ്യം വരുന്നുണ്ട്. കാരണം നമ്മൾ ചില ഐഡിയാസ് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എതിർക്കും അതിനെ. പക്ഷെ നമുക്കറിയാം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണമുണ്ടാവുന്നുള്ളത്. ചിലപ്പം ചില ആൾക്കാരുടെ അടുത്ത് നമുക്ക് കൂടുതൽ സമയം ചിലവാക്കേണ്ടി വരും ചിലപ്പം ഈ കാര്യങ്ങൾ പറയാൻ. സോ ദാറ്റ് ഐഡിയ ഓഫ് ബീങ് എൻ എനേബിളർ ഫോർ ദ ടീം ആൻഡ് അതർ പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. അഡാപ്റ്റബിലിറ്റി, മാറ്റം, ചേഞ്ച് വരുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ കമ്പനീസൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി, ആൾക്കാർ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഒബ്സർവേഷൻസ് ഇപ്പോഴും നമ്മൾ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും ചില മാനേജേഴ്സ് ഉണ്ടായിരുന്നു, അവർക്ക് നേരിട്ട് വർക്ക് ചെയ്തിട്ട് മാത്രമേ ആൾക്കാരെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെല്ലാവരും റിമോട്ട് ആവുന്ന സമയത്ത് ഇവരുടെ ഏറ്റവും വലിയ ഈ ട്രസ്റ്റിൻ്റെ മുകളിലും മിസ്ട്രസ്റ്റിൻ്റെ മുകളിലും മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ ദേ ഹാവ്
അവർ ഈ എനേബിൾമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെപ്പോഴും അവരോട് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ വർക്ക് ചെയ്യുമെന്നുള്ളൊരു രീതിയിലാക്കിയിട്ടുണ്ട്. ചില സ്ഥലത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഇയാളിങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവിഡ് ആയപ്പം ഭയങ്കര പ്രശ്നമായി. എന്താ ചെയ്യേ, ആൾക്കാരെ കാണാൻ പറ്റില്ല. അപ്പം നോ വേ യു കാൺ ഡു എനിത്തിങ് റൈറ്റ്. അപ്പം ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അവരുടെ വർക്ക് ചെയ്യാൻ പറ്റാണ്ടേ. അപ്പം ഈ അഡാപ്റ്റബിലിറ്റി വാസ് ടു അണ്ടർസ്റ്റാൻഡ് നമ്മളുടെ ഫണ്ടമെൻ്റൽ തോട്ട് പ്രോസസ് കംപ്ലീറ്റ് മാറേണ്ടി വരും അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത്, ചേഞ്ച് വരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ജോലികളും ഇല്ലാണ്ടാവുക എന്നുള്ളതാണ് ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുക. ഇല്ലാണ്ടാവുക എന്നുള്ളതിനെക്കാട്ടും മാറുമെന്നുള്ളതാണ്. അപ്പം നല്ലൊരു ശതമാനം ആൾക്കാരുടെ ജോലിയിലും നല്ലൊരു മാറ്റം വരും. ചില മാറ്റങ്ങൾ അവർക്ക് ആ മാറ്റങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും, കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഈ ഹോൾ അഡാപ്റ്റബിലിറ്റി. അപ്പോൾ നമ്മളൊരു സ്ക്രം മാസ്റ്ററായിട്ട് നമ്മളൊരു ടീമിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ടീമിനെ പെട്ടെന്നൊരു ചേഞ്ച് വരികയാണ്. അവരുടെ ആ ടീമിൻ്റെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ടീം വിചാരിക്കുക. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, എന്തൊക്കെ ചെയ്യുക. ആ ബിസിനസ്സിൻ്റെ മെയിൻ ആൾ മാറി. അപ്പോൾ അപ്രോച്ച് തന്നെ മാറി വിചാരിക്കുക. ഇവരുടെ വർക്ക് ചെയ്യട്ടെ, അവർ ഭയങ്കര ചേഞ്ച് ആയിരിക്കും. പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ ആ ടീമിനെ സഹായിക്കുക എന്നുള്ളതും കൂടെ ഈ സ്ക്രം മാസ്റ്ററിൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് വരും, ആ ഒരു സ്കില്ല്. നേർച്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നമ്മൾ ഉപയോഗിക്കുക പാരൻസ് ആൻഡ് കിഡ്സിൻ്റെ പോലെ. നേർച്ചറിങ് തന്നെ നേച്ചർ വേഴ്സസ് നേർച്ചർ എന്നുള്ള ഡിസ്കഷനൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മളുടെ ഒരു സ്വഭാവം എന്നുള്ളതും നമ്മൾ പഠിച്ച് നമ്മളെ പാരൻസും ടീച്ചേഴ്സും ഒക്കെ നേർച്ചർ ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ. ഈ നേർച്ചർ ചെയ്യുന്ന പറഞ്ഞാൽ വളരെ ഇപ്പം എമ്പത്തി പറയുന്ന മാതിരി തന്നെയാണ്. നമ്മൾ ഒരു മെൻറ്റർ ചെയ്തിട്ട്, കോച്ച് ചെയ്തിട്ട്, നല്ല ശരിയായ ചോദ്യങ്ങൾ ചോദിച്ചിട്ട്, ഉത്തരങ്ങൾ പറഞ്ഞിട്ടല്ല, ഉത്തരങ്ങൾ കണ്ടെത്താൻ സഹായിച്ചിട്ട്, അങ്ങനെയൊക്കെ ഒരു നേർച്ചറിങ് മൈൻഡ് സെറ്റ് മനസ്സിലുണ്ടാവണമെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടീമിൻ്റെ കോച്ചോ സ്ക്രം മാസ്റ്ററോ ഒക്കെയാണ് വിചാരിക്കാം. അപ്പോൾ പല ടീമുകളുണ്ട്. ആ ടീമിൽ വളരെ സ്കിൽസുള്ള ആൾക്കാരുണ്ട്, അത്ര സ്കില്ലില്ലാത്ത ആൾക്കാരുണ്ട്. ചിലപ്പം അതിൽ പല പല പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടായിരിക്കാൻ മതി. ചിലപ്പം വർക്കിങ്ങിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കാൻ മതി. അപ്പോൾ അവരുടെയൊക്കെ വർക്കിംഗ് സംഭവത്തിനെ ഒരു വാല്യൂ ബേസ്ഡ് ഇതിലേക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സം പീപ്പിൾ മൈറ്റ് നീഡ് മോർ നേർച്ചറിങ് കോൺവെർസേഷൻസ് ആൻഡ് ഇൻട്രാക്ഷൻസ്. അത് നമ്മൾ ചെയ്യാൻ തയ്യാറാവണം എന്നുള്ളൊരു സംഭവമാണ്. ടാക്ട്ഫുൾ ആവുക. ഞാൻ ഇപ്പോൾ പറയുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്ന് പറഞ്ഞാൽ ഒരു സർവ്വ ഗുണ ഒരു ദോഷവും ഇല്ലാത്ത ഇങ്ങനത്തെ ഒരാളായിരിക്കണം എന്നുള്ളത്. ഈ ടാക്ട്ഫുൾ ആവുക എന്നുള്ള സംഭവമാണ്. ചില സമയത്ത് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കണം. നമ്മളിങ്ങനെ ഒരാളെ വിമർശിക്കുക. ഇപ്പം ഞാൻ ചില ആൾക്കാരെ ബ്ലോക്ക് ചെയ്യും. അതിപ്പം ഈ ചാനലിലും ചാനലിലൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ വിമർശനം എടുക്കാൻ തയ്യാറല്ല എന്നല്ലേ. എനിക്ക് വിമർശനം എടുക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷേ വിമർശനത്തിനൊക്കെ ഒരു രീതിയുണ്ട്. എല്ലാ വിമർശനവും തോന്നുന്ന മാതിരി എനിക്കിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിമർശനം ഞാൻ എടുത്തോളുന്നില്ല. അപ്പം സ്ക്രം മാസ്റ്റർ എന്ന രീതിയിൽ നമുക്ക് പലപ്പോഴും ഫീഡ്ബാക്ക് കൊടുക്കണം. ചില കാര്യങ്ങൾ നമ്മൾ വിമർശിക്കണം, അത് ടാക്ട്ഫുള്ളി വിമർശിക്കണം. അപ്പോൾ എന്നെ തെറി പറഞ്ഞിട്ട് വിമർശിക്കുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ ഞാൻ മാറണം എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. അവരുടെ ദേഷ്യം എൻ്റെ മേൽ കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ക്രം മാസ്റ്റർ എന്നുള്ള രീതിയിൽ ഇവനെ ഒന്ന് വിമർശിച്ചിട്ടുണ്ട് ഇല്ലാണ്ടൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുമോ? നടക്കില്ല. അത് പ്രശ്നമാണ്. കാരണം നമ്മളെ ഔട്ട്കം എന്താണ്? നമ്മൾ വിമർശിക്കുന്ന വ്യക്തി ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും ബെറ്റർ ആയിരിക്കണം എന്നുള്ളതാണ്, അല്ലേ? നമ്മളുടെ വിമർശനം ശരിയാണോ തെറ്റാണോ എന്നുള്ള വേറൊരു വിഷയം കേട്ടോ. ചിലപ്പോൾ നമുക്ക് നമ്മളുടെ അറിവിൻ്റെയും കഴിവിൻ്റെയും പരിമിതികൾ നമ്മളെ വിമർശനത്തിൽ ഉണ്ടാവും. പക്ഷെ എന്നാലും ടാക്ട്ഫുള്ളി നമ്മൾ പറയുന്നൊരു കാര്യം വേറൊരാൾ കേൾക്കുകയും നമ്മളെ ബ്ലോക്ക് ചെയ്യാണ്ടേ, നമ്മളെ ഷട്ട് ഓഫ് ചെയ്യാണ്ടേ, ആ സാധനം എടുത്തിട്ട് അവർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലേ മാത്രമേ നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇത് ചെറുതായിപ്പോയി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, വലുതായിപ്പോയി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അത് ചെറുതായി തോന്നി, വേറൊരു വ്യക്തിക്ക് ഇത് വലുതായി തോന്നി. ഇതൊക്കെ ഓരോരുത്തരുടേതാണ്. പക്ഷേ ചില ആൾക്കാർ പറയും നിങ്ങൾ അവസാനം ഈ പറഞ്ഞതിൻ്റെയൊക്കെ അത് ഇടയ്ക്ക് വരാറുണ്ട്. ഒരു 10 പോയിൻ്റ് പറഞ്ഞിട്ട് അവസാനം ആ പോയിൻറ്റുകൾ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ആ വിമർശനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ആ വ്യക്തി വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ചോദിക്കുകയാണ് ഇതും കൂടെ ചെയ്താലൊരു സഹായമാവില്ല എന്നുള്ളത്. ഭയങ്കര അത് നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ കൺസിഡർ ചെയ്യുക? അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ വിമർശനം
എല്ലാം എന്നുള്ളതല്ല. പക്ഷെ അത് നല്ല രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. നമ്മൾക്ക് നല്ലൊരു വിമർശകനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെ ട്രോളി ആകപ്പാട് നാണം കെടുത്തി ഒരു വശമാക്കുക എന്നുള്ളതല്ല. നമ്മളുടെ വിമർശനം കൊണ്ട് മറ്റേ വ്യക്തി നന്നാവുക, ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ടാക്ട്ഫുൾനെസ് നമുക്ക് വേണം, എങ്ങനെയാണ് നമ്മൾ പറയുക എന്നുള്ളത്. 9ാമത്തെ ഡിസ്റപ്റ്റീവ് ആണെന്നുള്ളത്. ഡിസ്റപ്റ്റീവ് ഇപ്പോൾ ഒരു നെഗറ്റീവ് സാധനമാണ്. നമ്മളൊരു സാധനം അലങ്കോലപ്പെടുത്തുക എന്നുള്ളതാണ് ഡിസ്റപ്റ്റീവ്. പക്ഷെ അലങ്കോലപ്പെടുത്തേണ്ട ആവശ്യം ചിലപ്പോൾ വരും. ചില സമയത്ത് നമ്മളുടെ ടീമുകൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെ നമ്മൾ സമൂഹത്തിലൊക്കെ ഒരേ രീതിയിലാണ് വർക്ക് ചെയ്യുക, ചിന്തിക്കുക ഒക്കെ ഒരേ രീതിയിലാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കാൻ നമുക്ക് പറ്റാണ്ട് വരും. അപ്പോൾ അതിൽ നിന്നും ഒരു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്വേർഡ്സ് എന്ന് പറയില്ലേ, ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ്. നമ്മളൊന്ന് മാറിയിട്ട് ഈ സാധനം നോക്കിക്കഴിഞ്ഞാൽ പറയും, ഇതേ കാര്യം നമ്മൾ കഴിഞ്ഞ 1 വർഷമായി ചെയ്തിട്ട് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പം മാറി ചിന്തിക്കണം. അപ്പോൾ ചിലപ്പോൾ ഡിസ്റപ്റ്റ് ചെയ്യേണ്ടി വരിക വർക്കിംഗ് മോഡലും ഒക്കെ തന്നെ. ആ ഡിസ്റപ്ഷൻ സ്ക്രം മാസ്റ്റർ എന്നുള്ള രീതിയിൽ എല്ലാം സ്റ്റാറ്റസ്കോ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല, വാല്യൂ കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ ചില ഡിസ്റപ്ഷൻസ് ഒക്കെ അതിൽ കൊണ്ടുവരാൻ വേണ്ടിയും കൂടെ പറ്റണം. ഐൻസ്റ്റീൻ പറഞ്ഞൊരു രസകരമായിട്ടുള്ള സംഭവമുണ്ട്. അതായത് ഐൻസ്റ്റീൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ പേരൊക്കെ പറയുമ്പോൾ ചിലപ്പം മാറിപ്പോവും, പറഞ്ഞ കാര്യം ആരാ പറഞ്ഞതെന്നൊക്കെ. ഐൻസ്റ്റീൻ ആണെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ യു കനോട്ട് സോൾവ് എ പ്രോബ്ലം വിത്ത് ദ സെയിം തിങ്കിങ് ദാറ്റ് യു ഹാഡ് വൈൽ ക്രിയേറ്റിംഗ് ഇറ്റ്. ഒരു പ്രശ്നം നമുക്ക് അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ചിന്തയും ആ ചിന്ത ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ പരിഹാരം കണ്ടെത്താൻ പറ്റില്ല, ചിന്ത മാറേണ്ടി വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു കൈൻഡ് ഓഫ് ഡിസ്റപ്റ്റ് സർട്ടൻ കൈൻഡ് ഓഫ് തിങ്കിങ്. പിന്നെ 10ാമത്തെ സംഭവം റിസോഴ്സ്ഫുൾനെസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്താ റിസോഴ്സ്ഫുൾനെസ്? ഇപ്പോൾ ഞാൻ വീഡിയോൻ്റെ ഇതിൽ തന്നെ പറയാം. ഒരു വീഡിയോ ചാനൽ തുടങ്ങണം. എല്ലാവർക്കും മൊബൈൽ ഫോണുണ്ട്, മൈക്ക് പോലും വേണ്ട. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് മൈക്കും കൂടെ ഉണ്ടായിരുന്നില്ല, ഫോൺ വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷേ അതിന് മുമ്പ് ഞാൻ വീഡിയോ ക്യാമറയൊക്കെ മേടിച്ചിട്ട് മൈക്കൊക്കെ മേടിച്ചൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് അവസാനം അവസാനം മൊബൈൽ ഫോണിലാണ് ചെയ്തത്. നമ്മൾ പലപ്പോഴും നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാം ആവശ്യത്തിനുള്ള ഫൈനാൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാ ജോലി അറിയുന്ന പെർഫെക്റ്റ് ആൾക്കാർ ജോലിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് ചെയ്തു തീർക്കേണ്ട സമയം കിട്ടിക്കൊള്ളണമെന്നില്ല, അതിന് മുമ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഈ കോസ്റ്റ്, ടൈം, റിസോഴ്സസ്, ആൾക്കാർ, കഴിവ്, സ്കിൽസ്, ഇതെല്ലാം ചിലപ്പം ലിമിറ്റഡ് ആയിരിക്കും. അതെല്ലാം അങ്ങോട്ട് എത്തില്ല. അപ്പോൾ ആ സമയത്ത് ഉള്ളത് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സംഭവം. സിനിമേനെ പറ്റി പറയാനായിട്ടുണ്ട്. ഈ ബോളിവുഡിൽ മലയാളത്തിൽ നിന്നൊക്കെ ഈ ഫിലിം ഡയറക്ടേഴ്സ് സിനിമ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, ഇപ്പോൾ പ്രിയദർശൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സിനിമ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെയുള്ള ആൾക്കാർ പറയുന്നത്, എന്ത് പെട്ടെന്നാണ് ഇവരൊക്കെ സിനിമ എടുത്ത് അങ്ങോട്ട് പോകുന്നത്. കാരണം അവർ ഭയങ്കര റിസോഴ്സ്ഫുൾ ആണെന്നുള്ള, അത്ര റിസോഴ്സസ് ഇല്ലാത്തത് കൊണ്ട് വളരെ ചാലഞ്ചിങ് ആയ സിറ്റുവേഷനിൽ പരിമിതമായ റിസോഴ്സസ് വെച്ചിട്ട് ഒരു പ്രോഡക്റ്റ് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ളത് അവർ അതിൻ്റെ ആ മെത്തേഡ് പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. ബ്ലാങ്ക് ചെക്ക് എത്ര പൈസ വേണം എടുത്തോ, ഏത് ആൾക്കാരെ വേണേൽ ജോലിക്ക് എടുത്തോ, ആരെ എടുത്തോ, എല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഏറ്റവും നല്ല ഐഡിയാസ് വരുന്നത് പലപ്പോഴും നമ്മൾ കൺസ്ട്രെയിൻസ് ഇടുന്ന സമയത്താണ്. എന്നിട്ട് അപ്പോൾ ആ റിസോഴ്സ്ഫുൾനെസ്, ആ കൺസ്ട്രെയിൻസിനുള്ളിൽ കിടന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സ്ഫുൾനെസ് സ്ക്രം മാസ്റ്റർക്ക് വേണം എന്നുള്ളതാണ്. ഇത് കേട്ടിട്ട് സ്ക്രം മാസ്റ്റർ ആവണം അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കണമൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങളൊന്ന് agilemalayaali@gmail.com എന്നുള്ള മെസ്സേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ എടുക്കാനുള്ള, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഞാൻ ഫ്രീ ആയിരിക്കില്ല കേട്ടോ. കാരണം അത് കുറച്ച് സമയമെടുക്കും, ഇത് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു. ഇംഗ്ലീഷല്ല, മലയാളത്തിൽ, ഇംഗ്ലീഷിലായിരിക്കും സംഭവം എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് സ്ക്രം മാസ്റ്റർ സർട്ടിഫിക്കേഷൻ ഐ ക്യാൻ റിയലി ഹെൽപ്പ് യു. agilemalayaali@gmail.com എന്നുള്ള ഇമെയിലിൽ അയച്ചാൽ മതി, ആൻഡ് ദെൻ വിൽ കമ്മ്യൂണിക്കേറ്റ്. എനിവേ 10 പോയിൻറ്റുകളൊന്നും കൂടെ നോക്കാം. ആക്റ്റീവ് ലിസണിങ്, എംപത്തി, കമ്മ്യൂണിക്കേഷൻ,
കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, enablement, adaptability, nurturing, tactful, disruptive, resourceful. ഇതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണം എന്നുള്ളത് ഏതെങ്കിലും ഒന്ന്. ഇതെല്ലാം നമുക്കൊന്നും കഴിവുണ്ടാവില്ല എല്ലാമൊന്നും. ഇതിലേതെങ്കിലും ഒരു സാധനം നിങ്ങൾ തോന്നുകയാണ് ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്തിട്ട് അത് എങ്ങനെയാണ് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അതിലെന്ത് മാറ്റങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് നമ്മളൊന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടോ ഇത് കഴിഞ്ഞ് വേറൊരു വീഡിയോ കണ്ടുകൊണ്ടോ ഇതുകൊണ്ടൊന്നും, അല്ലെങ്കിൽ ഇതിപ്പോൾ പോഡ്കാസ്റ്റായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതിൻ്റെ പോഡ്കാസ്റ്റ് ഇത് കണ്ടിട്ട് അടുത്തേക്ക് ചാടുന്നതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്താണ് ഇതിന്ന് ഗുണമായിട്ട് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ്. നിങ്ങൾ ഇത്ര നേരം ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണകരമാണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പക്ഷേ വാട്ട് ആക്ഷൻ ആർ യു ഗോയിങ് ടു ടേക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ നല്ല ആക്ഷനബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരെയും പറയും എംപത്തി, അത് കുറച്ച് കുറവായിരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. ആക്റ്റീവ് ലിസണിങ്, അത് ബിൽഡ് ചെയ്യാൻ നോക്കുക. ഏതെങ്കിലും ഒന്ന് എല്ലാ 10 എടുത്തിട്ട് ഞാനങ്ങ് 10 തലയുള്ള രാവണൻ എന്നുള്ള രീതിയിൽ ഇതൊക്കെ അങ്ങോട്ട് പഠിക്കാമെന്നുള്ള വിചാരിച്ചിട്ട് കാര്യമില്ല. അതിലേതെങ്കിലും ഒന്ന് എടുക്കുക. ഏറ്റവും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള, എൻ്റെ ജോലിയെ എൻ്റെ ജീവിതത്തിന് ഏറ്റവും ഇമ്പാക്റ്റ്ഫുൾ ആവത്തുള്ള ഒരു കാര്യം എടുക്കുക. ഒരു കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ നോക്കുക. ഒരു സുപ്രഭാതം കൊണ്ട് കംപ്ലീറ്റ് മാറിപ്പോവുന്നില്ല. ഇങ്ങനെ കുഞ്ഞി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരും ജീവിതത്തിൽ. അത് നമുക്കേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ബാക്കിയുള്ളവർ പറയും നീ ആൾ കുഴപ്പമില്ലല്ലോ, പഴയ മാതിരി അല്ലല്ലോ, ഇപ്പം മോശമല്ലല്ലോ, കുറച്ച് നന്നായല്ലോ എന്നുള്ളത്. എനിവേ, ഐ വിഷ് യു ഓൾ എ ഗ്രേറ്റ് വീക്ക് ഓർ ഫ്യൂ വീക്സ് അഹെഡ്. അടുത്ത വീഡിയോ വേറൊരു വിഷയമായിട്ട് വരാം. ചില ടോപ്പിക്സൊക്കെ ആൾക്കാരോട് അയക്കുന്നുണ്ട്. ഐ എം ലുക്കിംഗ് അറ്റ് ഇറ്റ്, റിപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഐ ടേക്ക് എ നോട്ട് ഓഫ് ദാറ്റ്. ചില ഇതിൽ പറയാം. സ്റ്റീവൻ കോവിൻ്റെ 7 ഹാബിറ്റ്സ് പറയണമെന്നൊരാൾ പറഞ്ഞു. പണ്ടെങ്ങാണ്ടോ വായിച്ച പുസ്തകമാണ്, ഇനിയിപ്പോൾ നോക്കണതിൽ കൂടെ. ബട്ട് എനിവേ, കീപ് ദ ഐഡിയാസ് കമ്മിങ് ആൻഡ് ദാറ്റ് റിയലി ഹെൽപ്സ്. ആൻഡ് ഐ വിൽ ഇമെയിൽ അയയ്ക്കുക agileMalayali@gmail.com. ആൻഡ് സ്ക്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ, സ്ക്രം മാസ്റ്റർ ആവണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിലും ഒരു സ്ക്രം മാസ്റ്റർ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കുന്നതിന് കുറച്ച് കൂടുതലാണ്. പക്ഷേ ജസ്റ്റ് ഒരു ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ മേ ബി ഐ ക്യാൻ ചെക്കപ്പ്. അല്ലെങ്കിൽ അജൈൽ മലയാളി എന്നുള്ള ഈ ചാനലിൽ അജൈലിനെ കുറിച്ചിട്ടുള്ളൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ എനിക്ക് തോന്നുന്നത് സ്ക്രം മാസ്റ്ററിനെ കുറിച്ച് ഞാനതിൽ പ്രോബ്ലി അബൌട്ട് 10 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും. അതിൽ 4.5 മണിക്കൂറിൻ്റെ വീഡിയോ ആണ് മൊത്തം. ദാറ്റ് ഓൾസോ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമ്പനെങ്ങനെയാണ്?